കൊല്ലം പത്തനാപുരത്ത് പോലീസ് വാഹനം ഇടിച്ചു തകർത്ത ശേഷം കടന്നു കളഞ്ഞ പ്രതി സജീവനെ സാഹസികമായി പിടികൂടി പോലീസ്. തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ആ ദൃശ്യങ്ങൾ കാണാം. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ നേരത്തെ കണ്ടതാണ്. ഒരു പോലീസ് ജീപ്പിലേക്ക് വേറൊരു ജീപ്പ് കൊണ്ട് ആഞ്ഞാഞ്ഞ് ഇടിക്കുന്ന വിഷ്വലൊക്കെ നേരത്തെ കണ്ടതാണ്. ഇയാൾ വലിയ അപകടകാരിയാണ് എന്നാണ് അതായിരുന്നു വിഷ്വൽ. പോലീസ് ജീപ്പിലേക്ക് ഇടിക്കുന്നു. ആ പോലീസ് ജീപ്പിനകത്ത് ആളുണ്ടായിരുന്നു, പോലീസുകാരുണ്ടായിരുന്നു. അതിൽ നിന്ന് മറ്റേ ഗേറ്റ് വഴി മറ്റേ ഡോർ വഴി പോലീസുകാർ ഇറങ്ങി മാറുന്നതൊക്കെ നമുക്ക് കാണാം. കണ്ടോ, ഇറങ്ങി ഓടുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് പക്ഷേ അയാൾ പിടിക്കാൻ കഴിഞ്ഞില്ല. അയാൾ ആ ജീപ്പ് കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു. അയാളെയാണ് തെങ്കാശിയിൽ നിന്ന് പിടിച്ചത്. അയാൾ അവിടുത്തെ ഒരു പ്രധാന ഗുണ്ടയും പ്രധാന ഒരു അപകടകാരിയാണെന്നാണ് പറയപ്പെടുന്നത്. അരുൺ രാജ് വിവരങ്ങൾ ചേരുന്നു. അരുൺ, പിന്നെ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീരെ അവശനാണ്. അയാൾ ഈ കറുത്ത ജീപ്പിൽ ഈ അക്രമം കാണിച്ചു എന്നാണോ കരുതേണ്ടത്, അതോ പോലീസ് ഒന്ന് പിടിച്ചപ്പം സ്നേഹിച്ചോ അരുൺ? അഗെയിൻ ബോത്ത് ഓഫ് യു. എന്തായാലും അതിനുശേഷം ഞാനിപ്പോൾ മറ്റൊരു ദൃശ്യം കൂടി അയച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ നമ്മുടെ PCR പ്ലേ ചെയ്യാൻ കഴിയുമായിരിക്കുമെന്നാണ് ഹാഷ്മി ക്രിസ്റ്റീന ഞാൻ കരുതുന്നത്. അത് ഈ പിടിച്ചുകൊണ്ട് വരുന്നതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ ഹാഷ്മിയും ക്രിസ്റ്റീനയും പറഞ്ഞതുപോലെ വളരെ അവസരമായി തന്നെയാണ് അദ്ദേഹം എത്തുന്നത്. അതിന് പിന്നിലുള്ള പിന്നാമ്പുറ കഥകൾ അതെന്ത് എന്നുള്ളത് പിന്നീട് നമുക്ക് പരിശോധിക്കാം. എന്തായാലും ഈ പത്തനാപുരത്ത് വലിയ അപകടം സൃഷ്ടിച്ച, പത്തനാപുരത്തെ ഭീതിയിലാഴ്ത്തിയ ഈ ഗുണ്ട നേതാവ്, മണ്ണ് മാഫിയ തലവനായ സജീവനെ ഒടുവിൽ പത്തനാപുരം പോലീസ് പിടികൂടിയിരിക്കുന്നു. തെങ്കാശിയിൽ, തമിഴ്നാട് തെങ്കാശിയിൽ നിന്ന് ഇന്ന് പുലർച്ചെ 3 മണിക്ക് വീട് വളഞ്ഞാണ് അയാളെ പിടികൂടിയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇയാൾ ഉറങ്ങുമ്പോഴും കത്തിയടിയിൽ, തലക്കടിയിൽ വെച്ചുകൊണ്ടാണ് ഉറങ്ങിയിരുന്നത്. പോലീസ് വളരെ പൊടുന്നനെയുള്ളൊരു ഓപ്പറേഷനായിരുന്നു നടത്തിയത്. അവിടെ വീട്ടിലേക്ക് കയറി ഇയാളെ പിടികൂടി ഹാൻഡ് മേലങ്ങ് അണിയിച്ച് ഇതിനുശേഷം പുറത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. എന്തായാലും ഇപ്പോൾ പത്തനാപുരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു പ്രതിയെ എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ സപ്താഹത്തിന്റെ അന്നദാന മണ്ഡപത്തിലേക്ക് ആദ്യം നായയുമായി എത്തി അവിടെ ഭീതി ഉണ്ടാക്കി. പിന്നീട് പോലീസ് എത്തിയപ്പോൾ മടങ്ങിപ്പോയ ശേഷം തന്റെ വീട്ടിൽ കിടന്ന ജീപ്പുമായി തിരിച്ചെത്തി പോലീസ് വാഹനം തന്നെ ഇടിച്ചു തകർത്ത് പോലീസുകാരനടക്കം ഗുരുതരമായി പരിക്കേറ്റത്. ആ ഘട്ടത്തിൽ പ്രതിയെ പിടിക്കാൻ കഴിയാഞ്ഞത് പോലീസിനെ സംബന്ധിച്ച് വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. മാധ്യമങ്ങളിലടക്കം വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെയാണ് ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടത്. ഒടുവിൽ പത്തനാപുരം CI ബിജുവും SI ഷാനവാസും ചേർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പത്തനാപുരത്ത് നിന്ന് തെങ്കാശിയിലേക്കുള്ള യാത്രാമധ്യയിലാണ് ഇയാൾ എന്ന് മനസ്സിലാക്കിയത്. ഒടുവിൽ പോലീസ് ഇയാൾക്ക് പിന്നാലെ സഞ്ചരിക്കുകയും തെങ്കാശിയിലെ ഒരു മാവിൻ തോട്ടത്തിൽ നിന്ന് അവിടെ ഒരു വീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഒടുവിൽ വളരെ സാഹസികമായിട്ടാണ് പിടികൂടിയതെന്നാണ് ഈ പോലീസ് പ്രേക്ഷകർ കാണുന്നുണ്ട്. അപ്പോൾ അതിലെ മുഖമൊക്കെ വ്യക്തമാണ്. പോലീസിനെ ഇടിച്ചിട്ട് ശേഷം തിരികെ തെങ്കാശിയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് അല്ലേ? അല്ല, അങ്ങനെ അത് കഴിഞ്ഞുള്ള അവസ്ഥയെ കാണുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ താടി മീശയൊക്കെ പിരിച്ചുപോയ മനുഷ്യനാണ്. വരുന്ന വരവ് കണ്ടോ? ഇതും കൂടെ ചേർത്ത് പുതിയൊരു റീല്, എന്നിട്ട് ഈ ഭാഗത്ത് പ്രത്യേക ഒരു ട്രാൻസിഷൻ വേണം. അരുൺ രാജ്, അപ്പോൾ പുള്ളി വളരെ എൻജോയ് ചെയ്തോ കേട്ടോ. അവിടെ ഇടിച്ചിട്ട് പിന്നെ വല്ല മാസമൊക്കെ കാണിച്ച് ജീപ്പിലിരുന്ന്, ആ ജീപ്പ് ഗംഭീരമാണ്, അത് കാര്യം തർക്കമില്ല, നമ്മൾ ജീപ്പ് ആരാധനയാണ്, അതുകൊണ്ടുകൂടിയാണ്. അപ്പോൾ ജീപ്പിലിരുന്ന് താടി മീശയൊക്കെ പിരിച്ച് വലിയ മ്യൂസിക്കൊക്കെ ഇട്ട് ഡയലോഗൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്ത് സകലകലാ വല്ലഭൻ അരുൺ. തീർച്ചയായും ഹാഷ്മി, ഞാനതാ സൂചിപ്പിച്ചത്. അക്രമത്തിന് ശേഷം വളരെ വില്ലാളി വീരനായി തമിഴ്നാട്ടിലേക്ക് പോകുന്നു. അവിടെ ചെന്നൊരു ഫാൻസി ഡ്രസ് നടത്തി ഈ മുഖത്തെ ഷേപ്പെല്ലാം മാറ്റി, താടിയും മുടിയും എല്ലാം മാറ്റി, മീശയടക്കം മാറ്റി ഒളിവ് ജീവിതത്തിലേക്ക് പോകുന്നു. പക്ഷേ കേരള പോലീസിനെ സംബന്ധിച്ച് അവർ ഉണർന്ന് പ്രവർത്തിച്ചാൽ തെളിയിക്കാത്ത കേസുകളില്ല. അക്കാര്യത്തിൽ അവരെ അഭിനന്ദിച്ചാൽ മതിയാവൂ. പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് തെങ്കാശിയിൽ നിന്ന് ഒടുവിൽ ഈ സജീവ് പിടിയിലാകുന്നു എന്നുള്ളതാണ്. സജീവിനെ പിടിയിലാക്കുന്നതിന് പോലീസ് വലിയ പഴി കേട്ടതാണ് കഴിഞ്ഞ കുറേയധികം മണിക്കൂറുകൾ. ഒടുവിൽ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. ഈ സജീവ് നേരത്തെ ഈ മണ്ണ് മായി പോയ ടിപ്പർ, ആ സജീവിന്റെ ടിപ്പർ പോലീസ് തടയാൻ ശ്രമിച്ചതിന് പോലീസ് ജീപ്പിന് മുകളിലേക്ക് മണ്ണ് തട്ടിയിട്ട ശേഷം കടന്നു കളഞ്ഞ കേസിലെ കൂടി പ്രതിയാണ്. അങ്ങനെ നിരവധി സാഹസികമായി ഇത്തരം ഗുണ്ടാ പ്രവർത്തനങ്ങൾ നടത്തുന്ന, ഇത്തരം അക്രമ സ്വഭാവങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് സജീവ്. അവസാനം നമ്മൾ കണ്ട ദൃശ്യങ്ങൾ കാണുന്ന സജീവല്ല, അതിനപ്പുറമുള്ള ഒരു സജീവ് ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാരും പോലീസും പറയുന്നത്. എന്തായാലും ഈ സജീവിനെ പിടികൂടാൻ കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാരും പോലീസും. എന്തായാലും ഈ സജീവിനെ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും. ഇയാൾക്കെതിരെയുള്ള ഗുരുതരമായ കുറ്റം, കാരണം ഈ പൊതുമുതൽ നശിപ്പിച്ചതിനും പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനും വധശ്രമത്തിനടക്കം കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെത്തി ഒരു കലാപ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയതിനടക്കം കേസുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സജീവിനെ പിടികൂടി എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് കേരള പോലീസിൽ നിന്ന്, പത്തനാപുരം പോലീസിൽ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും സജീവ് പഴയ സജീവ് അല്ലാതാകട്ടെ, പക്ഷേ ഒട്ടും ചേർച്ചയില്ലാത്തൊരു പേരല്ലേ ലില്ലി അജിത്ത് പറയുന്നത് അറിയോ? മാസ് കാണിച്ച അപ്പാപ്പൻ ഗ്യാസ് പോയി വരുന്ന വരവുണ്ടോ? അപ്പൊ എന്ന് പറഞ്ഞാൽ ഇയാള് ചെറിയ പുള്ളിയല്ലെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുപാട് പോലീസിനെ ടിപ്പർ, മണ്ണ് കയറ്റിയത് ടിപ്പർ പോലീസ് മണ്ണ് മുഴുവൻ ജീപ്പിനെ മുകളിലോട്ട് പോയി രക്ഷപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ ക്രിമിനൽ ബുദ്ധിയാണോ?
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.